ഹായ് ഫ്രണ്ട്സ്, രഞ്ജീസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രസൽസിലെ പ്രസിദ്ധമായ ആക്രോമിയത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ BM800 കണ്ടൻസർ മൈക്കിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ ഫിറ്റിങ്ങുമാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ഈ കാണുന്നതാണ് ആ കണ്ടൻസർ മൈക്കിൻ്റെ പാക്കറ്റ്. നമുക്കിത് തുറന്ന് നോക്കാം. ഇതിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഇത്രയും സാധനങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇത് പോപ്പ് ഫിൽറ്റർ, ഇതാണ് XLR ടൈപ്പ് കണ്ടൻസർ മൈക്രോഫോൺ. ഇതിലെ മെയിൻ സാധനം ഇതാണ്. അടുത്തത് ഷോക്ക് പ്രൂഫ് മൗണ്ട് കം മൈക്ക് ഹോൾഡറാണ്. പിന്നെ ഇത് സ്റ്റാൻഡ്, ഇത് വയ്ക്കാനുള്ള സ്റ്റാൻഡ് ഫോൾഡബിൾ സ്റ്റാൻഡാണ്. നമ്മുടെ ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാവുന്നതാണ്. അത് ഫിറ്റ് ചെയ്യാനുള്ള ക്ലാമ്പാണിത്. അതോടൊപ്പം തന്നെ മൈക്രോഫോണിൽ വയ്ക്കാനുള്ള ഡസ്റ്റ് ഫിൽറ്ററുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം ഈ ക്ലാമ്പ് നമ്മൾ മൈക്ക് ഫിറ്റ് ചെയ്യാനുള്ളൂ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോ ക്ലാമ്പ് ഉറപ്പിക്കുക എന്നുള്ളതാണ്. ടേബിളിൻ്റെ എഡ്ജിലോ എവിടെയാണെന്ന് വെച്ചാൽ സൗകര്യപ്രദമായിട്ട് നമുക്ക് ക്ലാമ്പ് ഉറപ്പിച്ചിട്ട് ആ ക്ലാമ്പിലേക്ക് ആ സ്റ്റാൻഡ് കയറ്റിയിട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഷോക്ക് മൗണ്ട് ഉറപ്പിക്കണം. എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. അത് വെച്ചിട്ട് നമ്മുടെ സൗകര്യപ്രദമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പൊസിഷനൊക്കെ മാറ്റുകയും ചെയ്യാം. ഷോക്ക് മൗണ്ട് വിത്ത് മൈക്ക് ഹോൾഡർ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് മൈക്രോഫോൺ ഫിറ്റ് ചെയ്യാം. മൈക്രോഫോൺ അതിലേക്ക് താഴോട്ട് ഇറക്കി വെച്ചാൽ മതി. പ്രത്യേകിച്ച് അതിന് സ്ക്രൂവിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് ടൈറ്റായിട്ടിരിക്കും. നമ്മുടെ സൗകര്യാർത്ഥം അതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇനി ഇതിൻ്റെ പോപ്പ് ഓഫ് ഫിൽറ്റർ നമുക്ക് ഫിക്സ് ചെയ്യണം. ഇതിൽ ഈ സ്റ്റാൻഡിൽ തന്നെയാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. ഫിക്സ് ചെയ്തതിന് ശേഷം ആ പോപ്പ് ഓഫ് ഫിൽറ്ററിൻ്റെ പൊസിഷൻ നമുക്ക് എങ്ങനെ വേണേലും മാറ്റാവുന്ന ഫ്ലെക്സിബിളാണ് അതിൻ്റെ ആ സ്റ്റാൻഡ്. ഇങ്ങനെ ആ സ്റ്റാൻഡിൽ ക്ലാമ്പ് ചെയ്ത് വയ്ക്കുക. പിന്നീട് നമുക്ക് മുൻപോട്ടോ പുറകോട്ടോ അല്ലെങ്കിൽ മുകൾ ഭാഗത്തോക്കോ ഈ പോപ്പ് ഓഫ് ഫിൽറ്ററിൻ്റെ പൊസിഷൻ നമുക്ക് ആക്കി വയ്ക്കാം, നമുക്ക് യൂസ് ചെയ്യേണ്ട രീതിക്കനുസരിച്ച്. ഇങ്ങനെ ഒരു XLR കേബിൾ നമുക്ക് ആവശ്യമുണ്ട് ഇത് യൂസ് ചെയ്യാൻ. ഇത് മാത്രമല്ല, കമ്പ്യൂട്ടറിൽ ഈ മൈക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 48 വോൾട്ടിൻ്റെ ഫാൻറ്റം പവറും ആവശ്യമാണ്. XLR കേബിൾ ജാക്ക് മൈക്കുമായി കണക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഇതാണ് 48 വോൾട്ടിൻ്റെ ഫാൻറ്റം പവർ. ആ കേബിളിൻ്റെ മറു സൈഡ് ഈ ഫാൻറ്റം പവറുമായിട്ട് കണക്ട് ചെയ്യുക. ഫാൻറ്റം പവറിൻ്റെ ഡീറ്റെയിൽസ് ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ജാക്ക് ഇത് കണക്ട് ചെയ്തിട്ട് പുറകിലെ 48 വോൾട്ട് എന്നുള്ള ആ സ്വിച്ച് ഓൺ ആക്കി ഇടണം. ഹലോ, ഇപ്പോൾ ഇത് കമ്പ്യൂട്ടറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്യൂബേസ് 5 എന്ന സോഫ്റ്റ്വെയറാണ് ഞാൻ റെക്കോർഡിങ്ങിനായിട്ട് കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള റെക്കോർഡിംഗാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ ഹലോ ചെക്ക് ഹലോ ചെക്ക് ചെക്ക് ഹലോ ഹലോ ചെക്ക് ചെക്ക് ഹലോ. റെക്കോർഡിങ് ഔട്ട്പുട്ട് ഇപ്പോൾ കേട്ടല്ലോ, നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റെക്കോർഡ് ചെയ്ത ശബ്ദത്തിന് നമ്മുടെ ആവശ്യാർത്ഥം വേണ്ട എഫക്റ്റുകൾ കൊടുക്കുകയും വോയിസ് മോഡുലേഷനും മറ്റു കാര്യങ്ങളുമൊക്കെ സിസ്റ്റത്തിൽ ആ സോഫ്റ്റ്വെയർ നമുക്ക് ചെയ്യാൻ പറ്റും വേണ്ടതെല്ലാം. ആ സോഫ്റ്റ്വെയർ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നൊരു സോഫ്റ്റ്വെയറാണ്.
വീഡിയോസ് ചെയ്യുമ്പോൾ അതിന് വോയിസ് ഓവർ കൊടുക്കാനും മറ്റുമാണ് ഞാൻ ഈ മൈക്രോഫോൺ ഉപയോഗിക്കുന്നത്, സൗണ്ട് ക്ലാരിറ്റിക്ക് വേണ്ടി. അപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പാട്ട് പാടി റെക്കോർഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ടൻസർ മൈക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു XLR ഫീമെയിൽ കണക്ട് വിത്ത് ഒരു ഓക്സ് ജാക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് സൗകര്യപ്രദമായിട്ട് ഫാൻറ്റം പവറിൽ ഉപയോഗിക്കാം, അതോടൊപ്പം മൈക്കിനോടൊപ്പം ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു TS ജാക്ക് കണക്ടറൂടെ വാങ്ങിച്ചാൽ സൗകര്യമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ പ്രവർത്തനം കാണിക്കാം. കണക്ടർ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ ഫാൻറ്റം പവറിൻ്റെ ആ സെൻറ്റർ പോയിൻറ്റിൽ ഇപ്പോൾ നമ്മൾ കുത്തിയിരിക്കുന്ന ആ ജാക്ക് ഊരിക്കഴിഞ്ഞാൽ അതിന് നടുക്കൊരു ഹോളുണ്ട്, അതിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ TS പിൻ ആണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ പ്ലഗ് ചെയ്താൽ മതിയാവും. അതല്ല നമ്മളിനി XLR ജാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് XLR ജാക്ക് ഇതിൽ പ്ലഗ് ചെയ്യാൻ പറ്റും. അത് രണ്ടും നമുക്ക് ഈ ഒരു ഇൻപുട്ടിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചാൽ വളരെ സന്തോഷം. താങ്ക് യു. ബൈ.